ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ. ഇത് ചൈനീസ് ഡിഷാണ്. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കണ ആ ചമ്മന്തി അതിന് വ്യത്യാസമുണ്ട്, ഫ്ലേവേഴ്സൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചൈനീസ് സൈഡ് ഡിഷാണിത്. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ക്രഷ് ചില്ലിയാണ് ഇതിലെ ബേസ്. ക്രഷ് ചില്ലി ചതച്ച മുളകില്ലേ, ഇതൊരു 50 ഗ്രാം ഉണ്ടാവും കേട്ടോ. അതിലേക്കാണ് നമ്മൾ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കുറവാണെങ്കിൽ കുറവ് ചേർത്താലും മതി. പിന്നെ ചേർക്കേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ചൈനീസ് ഡിഷിലും കുറച്ച് പഞ്ചസാര ചേർക്കും. ഇനി ചേർക്കേണ്ടത് വിനീഗറാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ ചേർത്തത് കോക്കനട്ട് ഓയിലിൻ്റെ വിനേഗറാണ് കേട്ടോ. ആപ്പിൾ വിനീഗർ ഇല്ല, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ സാധാരണ വിനേഗർ ഉള്ളത് ചേർത്താൽ മതി. അപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ഓയിലിലെ ഫ്ലേവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അറിയാലോ, കറുകാപ്പട്ട, അതിൻ്റെ ലീഫുണ്ട്, പിന്നെ ഒരു ഏലക്കയുണ്ട്, പിന്നെ തക്കോലം, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഉള്ളത് ക്രഷ് ചെയ്ത കുരുമുളകാണ്. ബ്ലാക്ക് പെപ്പറാണ്. വൈറ്റ് പെപ്പർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി വട്ടം വട്ടം അരിഞ്ഞത്, ഒരു 3 വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത് ചെറുതായിട്ട്. നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ആ മുളകിന് ആവശ്യമുള്ള ഓയിൽ, ആ മുളക് മുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ അത്രേ ഉള്ളൂ. അതിലേക്ക് എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. കരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. ആ ലൈറ്റ് അടിച്ചിട്ടാണ് അതിപ്പോൾ വെളുത്ത് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിൽ മാത്രം ഒന്ന് അരിച്ചെടുക്കാം. കുറച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള കാര്യം വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. നൂഡിൽസിനെ കൂടി കഴിക്കാം, പിന്നെ ചപ്പാത്തി, പിന്നെ ചോറും കൂട്ടിയും കഴിക്കാം. നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ക്ലീൻ ചെയ്തൊരു കണ്ടെയ്നറാണ് ഇത്. അടച്ച് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ അച്ചാറിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. ചപ്പാത്തിക്കാണെങ്കിലും ചോറിനാണെങ്കിലും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.